ഹായ് പ്രിയപ്പെട്ട എല്ലാവർക്കും LifeTones ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ട എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. മഴയൊക്കെ തൽക്കാലം ഇച്ചിരി കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥയൊക്കെ മാറുന്നുണ്ട്. ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക. ഞങ്ങളും സുരക്ഷിതരാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ അടിപൊളിയൊരു ഐറ്റമാണ് വരുന്നത്, കരിമീൻ. നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പേര് ലോകമെങ്ങും പ്രചരിപ്പിച്ചത് ഈ കറുത്ത മീനാണ്. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, അയല പൊരിച്ചതുണ്ട്, കരിമീൻ പൊള്ളിച്ചതുണ്ട്. അതിൻ്റെ പിച്ചും ശ്രുതിയൊക്കെ ഇച്ചിരി തെറ്റിയിട്ടുണ്ട്, എന്നാലും സാരമില്ല. കൂട്ടുകാർക്ക് കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് കരിമീൻ, ഇച്ചിരി മുള്ളൊക്കെ ഉള്ളതാണ് കരിമീൻ്റെ പ്രത്യേകത ഒന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവരും കരിമീൻ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കരിമീനിനെ ഇന്ന് നമ്മൾ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മുടെ ചാനലിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുമാതിരി വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസാണ് ഇത്. വലിയ വ്യാവസായികമായിട്ടുള്ള രീതിയിലൊന്നും ഉണ്ടാക്കുന്നതല്ല. ഞങ്ങളുടെ വീട്ടിൽ അംഗസംഖ്യകൾ വളരെ കുറവാണ്. 2 മുതിർന്നവരും 2 കുട്ടികളും മാത്രമുള്ളൂ. അപ്പോൾ അവർ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ അളവിലൊക്കെ ഉള്ള ഫുഡുകളാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഓരോ ഫുഡും ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളാണ് പ്രിയപ്പെട്ട നിങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അത് പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ കരിമീൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട എല്ലാവരെയും വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കരിമീൻ 1/2 കിലോ ആണ്. വലുതായതുകൊണ്ട് 2 ഉള്ളൂ. പ്രൈമറി ആയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ അതിനായിട്ട് നമുക്ക് ചട്ടിക്കകത്തോട്ട് കുറച്ച് കല്ലിപ്പിടുക, കരിമീൻ അങ്ങ് ഇട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഉരച്ച് എടുക്കാം. 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തിരിച്ച് മറിച്ച് ഉരച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തുള്ള മാലിന്യമൊക്കെ പൊക്കോളും. ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് സൈഡൊന്ന് വരഞ്ഞു കൊടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഉള്ളതിനാൽ തന്നെ നന്നായിട്ട് അരഞ്ഞു വരുമ്പോൾ കുഴമ്പായി കിട്ടും. ഇത്രയും ചെറിയ ഉള്ളി, ഇഞ്ചിയും കഷണമാക്കി എടുക്കാം. ഒരു 10 വെളുത്തുള്ളി ചുമ്മാ അങ്ങ് ഇട്ടാൽ മതി. ഉണക്കമുളക് 3 എണ്ണം മുറിച്ചൊന്ന് ഇട്ടേക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിടാം. കറിവേപ്പില, ഇനി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അല്പം ഉപ്പ്, ഫിഷ് മസാല, പെരിഞ്ജീരകം, 1 സ്പൂൺ വിനീഗർ. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചെടുത്ത് നമുക്ക് ആ വരഞ്ഞു വെച്ചിരിക്കുന്ന കരിമീനിലൊന്ന് തേച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ചും തേച്ച് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ നേരം നമുക്ക് കരിമീനൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങ് പൊട്ടിക്കഴിയുമ്പോൾ ഒരിത്തിരി കറിവേപ്പില ഇട്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ മസാല ഇട്ട് കൊടുക്കാം. ഈ അവസരത്തിൽ ചെറിയ തീ കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വാഴയില ഒന്ന് കട്ട് ചെയ്ത് വാട്ടി എടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് തൂത്ത് തുടയ്ക്കാം. അപ്പം വാഴയിലയിലേക്ക് മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം കരിമീൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മസാല ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇലയുടെ ഒരു തണ്ടിൻ്റെ പുറംഭാഗം നമുക്കിതുപോലെ ഒന്ന് ചീന്തിയെടുക്കാം. വാഴയിലെ പൊതിഞ്ഞു വെച്ചിരുന്ന കരിമീൻ പതുക്കെ ഒന്ന് വെച്ച് കൊടുത്ത് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫ്രൈ പാനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 1 ഇലയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരിത്തിരി എണ്ണ പുരട്ടി അതിന് മുകളിൽ വാഴയില അങ്ങ് വെച്ച് കൊടുക്കാം.
സെറ്റായ കരിമീൻ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നേരം മീഡിയം തീയിൽ കുക്ക് ചെയ്യാം. പതുക്കെ ഒന്ന് അടപ്പ് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്, കൈ പൊള്ളുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് തിരിച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വാഴയിൽ പൊള്ളിച്ച കരിമീൻ റെഡി ആയിട്ടുണ്ട്. കൈ പൊള്ളിയിട്ട് തുറക്കാനും വയ്യ, ആ പൊരിഞ്ഞ മണം അടിച്ചിട്ട് തുറക്കാതിരിക്കാനും വയ്യാതായി. ഒരിത്തിരി ചൂട് കുറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെറുതെ അല്ല ഈ ഫോറിനേഴ്സും സ്വദേശികളും കരിമീൻ കഴിക്കാൻ കേരളത്തിലേക്ക് പറന്നെത്തുന്നത്. മഴ അങ്ങനെ തിമിർത്ത് പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇലയിൽ പൊള്ളിച്ച് കരിമീൻ കഴിക്കാൻ എൻ്റെ മനസ്സും തകർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച അടിപൊളി കരിമീൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂട്ടുകാരൻ. നമ്മുടെ ഈ വെറൈറ്റി എന്ന് പറയുമ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നത്. ഓരോ വീട്ടിലും ഓരോ മനുഷ്യരും, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള എല്ലാ മനുഷ്യരും വ്യത്യസ്ത രുചികളും വ്യത്യസ്ത ഇഷ്ടങ്ങളും വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളും ഉള്ള മനുഷ്യരാണ്. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിലും അവരൊക്കെ പുറത്തുനിന്ന് പോയി കഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫുഡുകളും വെറൈറ്റി ആയിരിക്കും. അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ, അതിൽ ആ കുക്ക് ചെയ്യുന്ന ആൾ പകർന്നു കൊടുക്കുന്ന രുചികൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. ആ വ്യത്യസ്തതയാണ് ഓരോ കുക്കിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഞങ്ങളുണ്ടാക്കുന്ന പാചകം എന്ന് പറയുന്നത് മറ്റൊരു വീട്ടിലുണ്ടാക്കുന്ന പോലെ അല്ല. ആ ഒരു വെറൈറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ആ ഒരു വെറൈറ്റിക്കാണ് ഞങ്ങൾ വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ പോകുന്നു, സ്നേഹത്തോടെ, ബൈ.